Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. മാം ഞാൻ ആ പ്രയർ ചെല്ലണത് ചെല്ലട്ടെ. ആണോ? കുറച്ച് പേര് കൂടി വരട്ടെ കേട്ടോ. കുറച്ച് പേര് കൂടി കയറിയട്ടെ. ഒന്ന് ചോദിക്കും. ഉമേറ പ്രയർ സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. ഓക്കെ മാം. ലോകൈകനായക രക്ഷിക്ക് ഞങ്ങളെ അഹിതമാം ഭക്തിതൻ ദാനമിന്നേകി മനതാരിലെങ്ങും വിളങ്ങട്ടെ വിശുദ്ധി ചിരമമായി വളരട്ടെ ഞങ്ങളിൽ ഭക്തി സമമാക സ്വർഗങ്ങൾ കണ്ണീരൊഴുക്കി ഹൃദയങ്ങൾ സ്നേഹാദ്രസാഗരമാക്കി കൈകോർത്തു യോജിച്ചു മുന്നോട്ട് പോകാൻ കാരുണ്യമായ സർബുദ്ധിയേകൂ ജനതൻ ചിന്തയ കൺമണിയായി നിതരാം വസിക്കാം പരമ്പൊരുളേ നീ ജനതൻ മാനസ കൂട
ഒരിരുൾ നീക്കി ധവളമാം പ്രകാശം ചൊരിയൂ നീയെങ്ങും ലോകൈക നായക രക്ഷിക്ക് ഞങ്ങളെ അഹിതമാം ഭക്തിതൻ ദാനമിന്നേകി. Okay. Thought of the day. Thought of the day. ആരുമില്ല പറയാൻ? ഞാൻ പറയാം മിസ്. All of us do not have equal talent, but all of us have an equal opportunity to develop our talent. Okay, thank you, Miss. Good afternoon. Good afternoon all. Okay. Signing. മാം ഞാനാണേ, ഇപ്പൊ ജോയിൻ ആയതേ ഉള്ളൂ, ക്ലിയർ ആവുന്നില്ലായിരുന്നു. എന്തോ കേൾക്കുന്നു? മാം ഞാനാണ് രേവതിയാണ് പറയാൻ പോകുന്നത്. സൈൻ ഇൻ. Okay. Good afternoon, ma'am. Good afternoon, friends. Everyone, today we celebrate National Education Day, a day to honor the legacy of India's first education minister, Maulana Abdul Kalam Azad, and to reflect on the vital role of education in our lives and nation. Education is the foundation of progress, empowering us with knowledge, critical thinking, and skills to develop a better future for ourselves and our country. It is a right and a tool for empowerment. എഡ്യൂക്കേഷൻ നമ്മുടെ റൈറ്റ് ആണ്, നമ്മുടെ അവകാശമാണ്. അതായത് ഓരോ കുട്ടികളും, ഈ സിറ്റിസൺസിനുള്ള എല്ലാ കുഞ്ഞുങ്ങളും, സ്പെഷ്യലി അണ്ടർ 14 ഇയേഴ്സിലുള്ള എല്ലാ സ്റ്റുഡൻസിന്റെ അവകാശമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ. അത് അവരെ എംപവർമെന്റ് ചെയ്യിപ്പിക്കും. എഡ്യൂക്കേഷൻ വെറുതെ ഒരു അക്കാഡമിക്സിന് വേണ്ടി പഠിച്ചു പോവുകയല്ല, അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് പോലെ തന്നെ അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ്ങിനും അവരുടെ മുന്നോട്ടുള്ള ലൈഫിനും ഒരു ലൈഫ് തന്നെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എഡ്യൂക്കേഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. താങ്ക് യു മാം. Okay. Good afternoon to all. Good afternoon. നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് നമ്മൾ അന്ന് പോർഷൻസ് പെട്ടെന്ന് തീർക്കണമെന്ന് പറഞ്ഞിട്ട് എടുത്ത് തീർത്തതാണ്. എക്സാം പെട്ടെന്ന് 30th നടത്തും എന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അതിന്റെ കാര്യമൊന്നും പിന്നീട് പറഞ്ഞില്ല. അപ്പൊ നമ്മള് ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ ഭാഗത്ത് നമ്മളിവിടെ കാണാൻ പറ്റുന്നുണ്ടോ? PDF കാണാമോ? പേജ് നമ്പർ ഒന്ന് പറയാം. പേജ് നമ്പർ 78 ആണ്. PDF നിങ്ങളുടെ വ്യത്യാസം ഉണ്ടോ? ഇൻഡിവിജ്വൽ ഡിഫറൻസ് യൂണിറ്റ് 10 എടുത്തേ. 77. ഓക്കെ. അതില് നിങ്ങള് IQന്റെ ഒരു കാര്യം വന്നപ്പോ അത് ഇതിൽ കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ അത് പഠിക്കുന്നത് നല്ലതായിരിക്കും. എന്താണ് IQ എന്നുള്ള കാര്യങ്ങളുടെ കുറച്ച് ക്ലാസിഫിക്കേഷൻ നോട്ട്സിൽ എന്തെങ്കിലും വന്നിരുന്നോ? നിങ്ങൾക്ക് എന്തെങ്കിലും നോട്ടായിട്ട് സെപ്പറേറ്റ് വന്നിരുന്നോ? മോക്ക് ടെസ്റ്റ് കൂടാതെ വന്നില്ല. കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മള് ഒരാളുടെ ഇന്റലിജൻസ് ബേസിസിലാണ് നമ്മൾ അതിന്റെ IQ മെഷർ ചെയ്യുന്നത്. IQ മെഷർ ചെയ്യുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ അന്ന് ജസ്റ്റ് ഒരു ഡെഫിനീഷൻ പറഞ്ഞിരുന്നു. നിങ്ങളതൊന്ന് ഇപ്പൊ എഴുതിയെടുക്കണം കേട്ടോ. ഒന്ന് എഴുതിയെടുത്തേക്ക്. IQ ഒന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് താഴെ എഴുതാം. ഓക്കെ. അപ്പൊ ഇവിടെ IQന്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ IQ ലെവൽ അനുസരിച്ച് നമ്മൾ ഓരോരുത്തർ കാറ്റഗറൈസ് ചെയ്യുന്ന എങ്ങനെയാണ്. ഇഡിയറ്റ് എന്ന ഇഡിയറ്റ് മീൻസ് എന്താണ്? അതായത് ബിലോ 25 താഴെ ഇന്റലിജൻസ് ഉള്ള ആൾക്കാരാണ്. ഓക്കെ. ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഡീസിൽ എന്ന് പറയുന്നത് എന്താണ്? മൂട്ടന്മാര് അങ്ങനെയുള്ള കാറ്റഗറി, വിഡ്ഢികളിലൊക്കെ കാറ്റഗറിയിൽ വരുന്നതാണ്. അത് 29-40 താഴെ വരുന്ന ആൾക്കാരാണ് കേട്ടോ. അതവിടെ എടുക്കട്ടെ, പറഞ്ഞുതരാം. അപ്പൊ IQ നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഓക്കെ. അതൊന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പറഞ്ഞിരിക്കാം. IQ എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? IQ ഈസ് ഈക്വൽ ടു എഴുതട്ടോ. Chronological age into 100. ഓക്കെ. അത് നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടോ? അത്രയും അത് മാം പറയുമ്പോൾ ഞാൻ എഴുതി വെച്ചത്, അല്ലാതെ മാം നോട്ട് തന്നില്ല.
ഓക്കെ, അതൊന്ന് എഴുതിയെടുക്കുക കേട്ടോ. മെന്റൽ ഏജ് ഡിവൈഡഡ് ബൈ chronological age into 100. അതിനെ നമ്മൾ ഷോർട്ട് ആയിട്ട് എന്ത് പറയും? MA/CA into 100. Okay. Mental age divided by chronological age. Chronological, CHRONOLOGICAL. Chronological age into 100. നെക്സ്റ്റ് താഴെ കൊടുക്കാം മെന്റൽ ഏജ്. എന്താണ് മെന്റൽ ഏജ് എന്ന് പറയുന്നത്? എഴുതാം. മെന്റൽ ഏജ് എന്ന് പറഞ്ഞിട്ട് അതിനൊരു ഹൈഫൺ ഇടാം. What is mental age? Is the age, എഴുതാം കേട്ടോ. Is the age which an individual perform intellectually. Is the age at which an individual perform intellectually. എന്താണ് മെന്റൽ ഏജ് എന്ന് പറയുന്നത്? അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വല് ഇന്റലക്ച്വൽ ബുദ്ധിപരമായി ആകുന്ന ഏജ്. നമ്മള് പറയാറില്ലേ, 5 വയസ്സുള്ള കുട്ടി 10 വയസ്സുള്ള ഒരു ഇന്റലക്ച്വൽ കാണിക്കാറുണ്ട്. 10 വയസ്സുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ബിഹേവ് ചെയ്തു എന്നൊക്കെ പറയാം. ആ ഒരു രീതിയിലുള്ള ചിന്താഗതികളും ബുദ്ധിയാണെന്ന് പറയാറില്ലേ നമ്മള്? 10 വയസ്സാണെങ്കിലും 15 വയസ്സിന്റെ ബുദ്ധി കാണിക്കാറുണ്ടെന്ന് നമ്മൾ പറയാറില്ലേ? യെസ്, അതാണ് എന്റെ മെന്റൽ ഏജ്. അതായത് ആളുടെ ആക്ച്വൽ ഏജിൽ നിന്നല്ലാത്ത രീതിയിൽ വൈജ്ഞാനികമായിട്ട് ആള് പെർഫോം ചെയ്യുന്നതിനെയാണ് നമ്മൾ ഏത് കാറ്റഗറിയിൽ പറയുന്നത്? മെന്റൽ ഏജ് എന്ന രീതിയിൽ അതിനെ പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഏജ് വിച്ച് ആൻ ഇൻഡിവിജ്വൽ പെർഫോം ഇന്റലക്ച്വലി പെരുമാറുന്ന വയസ്സിനെയാണ് നമ്മൾ മെന്റൽ ഏജ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ക്രോണോളജിക്കൽ ഏജ്? എന്തായിരിക്കും അപ്പോ ക്രോണോളജിക്കൽ ഏജ്? വർഷം, അതായത് ശരിക്കുള്ള നമ്മളെ നമ്പേഴ്സ്, ഇൻഡിവിജ്വലിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഏജ് അല്ലേ? അപ്പൊ അവിടെ എഴുതിക്കോളൂ. എന്താണ് ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത്? ക്രോണോളജിക്കൽ ഏജ് ഈസ് ദ ഇൻഡിവിജ്വൽ ആക്ച്വൽ ഏജ്. ആക്ച്വൽ ഏജ് എന്ന് എഴുതിയാൽ മതി കേട്ടോ. ഈസ് ദ ഇൻഡിവിജ്വൽ ആക്ച്വൽ ഏജ്, ആ കുട്ടിയുടെ യഥാർത്ഥ വയസ്സ്. ഓക്കെ, അല്ലെങ്കിൽ മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സ്. മാനസിക വയസ്സെന്ന് സൂചിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവും അല്ലെ? ആ കുട്ടി മാനസികമായിട്ട് എത്രത്തോളം വലിയ ആളുടെ വലിയ ഒരു ഏജിന്റെ പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്. കാലിക വയസ്സ്, ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാലിക വയസ്സ്, അതായത് കുട്ടിയുടെ യഥാർത്ഥ പ്രായം. ഓക്കെ, യെസ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? അപ്പൊ മനസ്സിലായോ എങ്ങനെയാണ് മെന്റൽ ഏജ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഇന്റലക്ച്വലി പെർഫോം ചെയ്യുന്ന ഏജും ക്രോണോളജിക്കൽ ഏജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുട്ടിയുടെ ആക്ച്വൽ ആയിട്ട് യഥാർത്ഥ വയസ്സാണ് അവിടെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ വരട്ടെ. ഈ IQ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെയാണ് വന്നതെന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഓക്കെ, ഒന്ന് നോട്ട് ചെയ്യോ നിങ്ങള്? യെസ്, ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. ഫോർ എക്സാമ്പിൾ, if a 10-year-old child ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾ ആയിട്ട് എഴുതാം കേട്ടോ. If a 10 വയസ്സ് 10-year-old child performs intellectually at the level of 12-year-old, 12 വയസ്സ് 12-year-old. ഒരു കോമ ഇടാം കേട്ടോ. at the level of 12-year-old എന്ന് കഴിഞ്ഞിട്ട് ഒരു കോമ ഇടാം. their IQ would be ടീച്ചറോടും പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയാണ്. If a 10-year-old child perform intellectually at the level of 12-year-old, their IQ would be, ഇവിടെ എന്താ പറയുന്നത്? എത്ര വയസ്സുള്ള കുട്ടിയാണ്? 10 വയസ്സുള്ള കുട്ടി 12 വയസ്സുള്ള കുട്ടിയെ പോലെ divided by 10 years into 100. Yes. അപ്പൊ അതെങ്ങനെയാണ്? IQ would be നമ്മൾ എങ്ങനെ കണക്കാക്കും? IQ is equal to 12 by 10 100. എത്ര By കിട്ടും 10 into 100. ആൻസർ എത്ര കിട്ടും?
120. അപ്പൊ കുട്ടിയുടെ IQ എത്രയാണ്? 120 120 എന്ന് പറയുന്നത് കാറ്റഗറി ആയിരിക്കും എന്നറിയാമോ? 120. ഒരു മിനിറ്റ്. ഹൈ ഇന്റലക്ച്വൽ. ാണോ? ബോർഡർ ലൈൻ അല്ല, വെരി സുപ്പീരിയറിന്റെ അടുത്തായോ? ജീനിയസിന്റെ താഴെ. IQ എത്രയായിരിക്കും? ജീനിയസ് അല്ല, വെരി സുപ്പീരിയർ വരെ എത്തും. 140 ആണെങ്കിൽ പ്രോപ്പർ ജീനിയസ് ആയിരിക്കില്ലേ മാം? അപ്പോ വെരി സുപ്പീരിയർ വരെ എത്തത്തില്ലേ? വെരി സുപ്പീരിയർ 120 മുതൽ, അതായത് 120 to 129 എന്ന് പറയുന്നത് 29 വരെയൊക്കെ എന്താണ്? വെരി സുപ്പീരിയർ ആണ്, സുപ്പീരിയർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്നതാണ്. അപ്പൊ ഹൈ ഇന്റലിജൻസ് എന്ന രീതിയിൽ നമുക്ക് പറയാം. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾക്ക് എന്താ നോക്കുന്നത്? ഇപ്പൊ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ഇങ്ങനെയാണ്. എത്ര വയസ്സുള്ള കുട്ടിയുടെയാണ് ഇവിടെ ചോദിച്ചത്? 10 വയസ്സാണോ 12 വയസ്സാണോ? 10 year. 10 വയസ്സുള്ള കുട്ടി 12 വയസ്സിലെ ഏജിൽ കാണിക്കുന്നത്. അതേപോലെയാണ് എങ്ങനെയാണ് നമ്മളിപ്പോ IQ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതേ പ്രോബ്ലം തന്നെ ഏജ് കൂട്ടിയും കുറച്ചൊക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അതായത് 10, 15 വയസ്സ്, 25 വയസ്സിന്റെ ആ ഒരു 10 ഇന്റലക്ച്വൽ പെർഫോമൻസ് കാണിക്കുന്നത്, അങ്ങനെയൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്തു നോക്കും. ഒരു 2-3 പ്രോബ്ലംസ് അങ്ങനെ ചെയ്തു നോക്കും. ഇതിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിലൊന്നും വരില്ല കേട്ടോ. എക്സ്ട്രാ പഠിപ്പിച്ചു തന്നൊന്നുള്ളതായിരിക്കും എങ്ങനെയാണ് ചെയ്യണേന്നുള്ളത് പഠിപ്പിച്ചു തരാൻ കേട്ടോ. നമുക്ക് അറിയാം, എല്ലാവർക്കും ചിലപ്പോ ഇത് പഠിക്കണമെന്ന് അല്ല, എല്ലാവർക്കും അറിയണമെന്നുണ്ടായിരിക്കില്ല. അപ്പൊ MT8-ലെ 6, 7-ലെ കുട്ടികളൊക്കെ ഇത് എന്നോട് ഈ ഭാഗം എടുത്ത സമയത്ത് ടീച്ചർ IQ കണക്കാക്കണം എങ്ങനെയാണ് പഠിപ്പിച്ചു തന്നോ നിങ്ങളോട് ചോദിച്ചിരുന്നു. നിങ്ങൾ അന്ന് നമ്മൾ ധൃതി പിടിച്ചെടുത്തോണ്ടാണോ എന്നറിയില്ല, അതിനെപ്പറ്റി വേറെ പ്രത്യേകിച്ച് ഒന്നും ചോദിച്ചില്ല. റസ്മിനെ ചോദിച്ചിരുന്നു ക്രോണോളജിക്കൽ ഏജ് എന്താണെന്ന് ചോദിച്ചിരുന്നു അല്ലെ? ഡീറ്റെയിൽ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ തരണമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ എന്തായാലും എക്സാം കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഉണ്ടാവിരിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിച്ചു തരുന്നത് കേട്ടോ. അപ്പൊ മനസ്സിലായല്ലോ എങ്ങനെയാണ് IQ കണക്കാക്കുന്നതെന്ന്? ക്ലിയർ ആണോ അത്? ഇനി നിങ്ങളൊന്ന് നോട്ട് ചെയ്തേ, ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. 130 and above എഴുതിക്കോളൂ, താഴെ എഴുതിക്കോളൂ കേട്ടോ. 130 and above 130 and above എന്ന് പറയുന്നത് വെരി സുപ്പീരിയർ ആണ് കേട്ടോ. വെരി സുപ്പീരിയർ, വെരി സുപ്പീരിയർ. പിന്നെ ഒരു കാര്യം പറയാം, നമ്മൾ ഈ IQ ക്ലാസിഫിക്കേഷൻ അനുസരിച്ചിട്ട് പല IQ ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യപ്പോ പലരും പല രീതിയിലുള്ള വേരിയേഷൻസിലാണ് ഇത് IQ മെൻഷൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് ഇപ്പൊ തിയറീസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ പലരും ഇപ്പൊ നമ്മളിപ്പോ 130 സുപ്പീരിയർ ആണെന്ന് പറഞ്ഞത് ചിലവര് വേറെ കാറ്റഗറൈസിലായിരിക്കും പറയുന്നത്. അത് ഓരോ സൈക്കോളജിസ്റ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോലെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോ ഇത് മനസ്സിലാക്കിക്കേണ്ടത് 130 മുതൽ നിങ്ങളുടെ മുകളിലേക്ക് എന്താണ്? വെരി സുപ്പീരിയർ ആണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. വെരി സുപ്പീരിയർ. ഇനി 175 ആൻഡ് ഓവർ, 175 ഒക്കെ വന്നാൽ എങ്ങനെയുള്ള ആളായിരിക്കും? 175 മേലെ IQ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശാസ്ത്രജ്ഞന്മാരായിരിക്കും. സയന്റിഫിക് ജീനിയസ് ആയി. ചിലപ്പോ ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലെ? അതെ, ശരി. ഇനി 170 and above എന്നല്ലേ പറഞ്ഞു മാം? 170 and above ആണ്. മുകളിലേക്ക് പോയ എന്തായിരിക്കും അവസ്ഥ? മാം ഇപ്പൊ നമ്മുടെ IQ നമുക്ക് ഈ ഒരു ലെവല് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പൊ 10 year old 12 year സ്വഭാവം കാണിക്കുന്നത് നമ്മൾ നിരീക്ഷിച്ചിട്ട് കണ്ടുപിടിക്കുന്നതല്ലേ. അപ്പൊ അതുപോലെ നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ മറ്റുള്ളവർ പറയണ്ടേ അല്ലേ? അതെ അതെ അതെ, അത് നമ്മൾ മറ്റുള്ളവർ പറയാൻ വേണം, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ. നമ്മളുടെ ഏജിനേക്കാൾ ലിമിറ്റ് ചെയ്ത കാര്യങ്ങളാണോ നമ്മൾ ചിന്തിക്കുന്നത് പ്രവർത്തിക്കുന്നത്, നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവൂലേ? ചില കാര്യങ്ങളിൽ ലെവലിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു കുഞ്ഞിതില് നമുക്ക് പറയാൻ പറ്റൂലല്ലോ. കുഞ്ഞൊരു കുട്ടീനെ നമ്മൾ കുട്ടികളിലാണ് നമ്മളിത് കൂടുതലായിട്ടും നോക്കാൻ പറ്റും. ഇനി നോക്കാം 125 to 149 എഴുതാട്ടോ. 125 to 149 എത്രയാണ്? സുപ്പീരിയർ. മറ്റേതെന്തായിരുന്നു? വെരി സുപ്പീരിയർ ആണ്. ഇത് സുപ്പീരിയർ കാറ്റഗറിയിൽ വരുന്നതാണ് കേട്ടോ. 125 to 149 സുപ്പീരിയർ. പെട്ടെന്ന് എഴുതണേ മാം. 125 to 149 വരെ. 125 മുതൽ 149. അപ്പൊ 130 വന്നതാ വെരി സുപ്പീരിയർ. വെരി സുപ്പീരിയർ അതിന് കീഴിൽ വന്നതാണ് കേട്ടോ.
ഓക്കെ. അന്നേരം മാം ഒരു കാര്യം ചോദിച്ചോട്ടെ, 130 ആൻഡ് എബോവ് വെരി സുപ്പീരിയർ, 125 to 149 വരെ അതും വെരി സുപ്പീരിയർ ആണോ? അല്ല, 130ക്ക് മുകളിലാണ് വെരി സുപ്പീരിയർ. 125 to 149 ആണോ ഞാൻ പറഞ്ഞത്? 149. 125 to 130 വരെ സുപ്പീരിയർ കാറ്റഗറി കേട്ടോ. 130 വരെ സുപ്പീരിയർ കാറ്റഗറി. മറ്റത് എന്താണ്? 30ന് മുകളിലാണ് എന്ത് വെരി സുപ്പീരിയർ വരുന്നത്. ഓക്കെ. ഇനി ആവറേജ് ആയിട്ടുള്ള ആൾക്കാർ എങ്ങനെ വരും? ആവറേജ് 70 to 100 90 to 100 കാറ്റഗറിയിൽ വരും അല്ലെ? 90 to 100 കാറ്റഗറിയിൽ വരും ആവറേജ്. ഹൈ ആവറേജ് എത്ര വരും? ഹൈ ആവറേജ് 100 to 120 150 വരെ. 120. ഒരു 110 മുതൽ 119 വരെ വരും. ഒരു 110, 119 അല്ലെങ്കിൽ 120ലേക്ക് അല്ലെങ്കിൽ 119 വരെ, കറക്റ്റ് 119 വരെയാണ് എന്ത് വരുന്നത്? ഹൈ ആവറേജ്. ആവറേജ് എന്ന് പറയുമ്പോൾ 90 to 100 വരെ, 90 മുതൽ 100 വരെ. ഹൈ ആവറേജ് എന്ന് പറയുമ്പോൾ എത്ര കാറ്റഗറി ആയിരിക്കും? ഒരു 110 മുതൽ സ്റ്റാർട്ട് ചെയ്ത് 119 വരെ. അത് ഈ ഐക്യു വേരിയേഷൻസിന്റെ കണക്കുകളിൽ ചിലതൊക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. നമ്മൾ ഓരോ സൈക്കോളജിസ്റ്റുകളും പല രീതിയിലാണ് അതിനെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇത് കുറച്ചും കൂടി നോർമൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇനി ലോ ആവറേജ് ഉള്ള കാര്യം. അപ്പൊ നോക്കട്ടെ, നമ്മളൊക്കെ ഏത് കാറ്റഗറിയിൽ വരും? ഏത് ആവറേജിലാണോ? ആവറേജിലാണോ? ഹൈ ആവറേജ് ആണോ? സുപ്പീരിയർ ആണോ? ആവറേജിലെങ്കിലും വന്നാ മതിയായിരുന്നു. ഏതായിരിക്കും വരുന്നത്? ആവറേജ് ആയിരിക്കും. ബോർഡർ ആയിരിക്കും, ബോർഡറിൽ കിടക്കായിരിക്കും. ബോർഡർ വെച്ച മൂടന്മാരാണ്. ബോർഡറിന്റെ കുറച്ച് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അത്രേ പറയാൻ പറ്റുള്ളൂ. എന്റെ കാര്യത്തില, ഞാൻ ബാക്കിയുള്ളവരല്ല പറഞ്ഞത്. ബോർഡർ 60 to 70 അല്ലേ? ബോർഡർ ലൈൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് താഴത്തൊന്നും പോകുന്നില്ല. 70 to 79 കാറ്റഗറിയിലായിരിക്കും വരുന്നത് കേട്ടോ. അത്ര വരെ പോകുള്ളൂ. ലോ ആവറേജ് എത്രയായിരിക്കും? അപ്പൊ ലോ ആവറേജ് 80 to 89 ആണ് കേട്ടോ. ലോ ആവറേജ് എന്ന് പറയുമ്പോൾ 80 to 89. Then 70 എന്തോ 80 to 89 ആണ് ലോ ആവറേജ്. 70 to 79 ആണ് എന്ത്? ബോർഡർ ലൈൻ. 70 to 79 ആണ് ബോർഡർ ലൈൻ. ബോർഡർ ലൈൻ എത്ര മാം? 70 to 79, 70 to 79. ഇനി 69 and below, 69 and below എഴുതാട്ടോ. 69 and below 69 താഴെ വരുന്നത് എക്സ്ട്രീംലി ലോ എഴുതാട്ടോ. എക്സ്ട്രീംലി ലോ 69 and below. അതിന്റെ ഐക്യം എങ്ങനെയാണ്? എക്സ്ട്രീംലി ലോ കാറ്റഗറി ക്ലാസിഫിക്കേഷൻ ആണ് കേട്ടോ. എക്സ്ട്രീംലി ലോ. അപ്പൊ 69 എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കി താഴത്തേക്ക് നോക്കൂ. നമ്മളിപ്പോ പഠിച്ചത് ഇവിടെ കിടക്കുന്നുണ്ടോ? ഇഡിയറ്റ്. ഇഡിയറ്റിന്റെ ഐക്യം എത്രയായിരിക്കും? ഇഡിയറ്റിന്റെ ഐക്യം ബിലോ 25 എഴുതാം കേട്ടോ. ഇഡിയറ്റ് ബിലോ 25. ബിലോ 25 ആൻഡ് ബിലോയുടെ പറഞ്ഞില്ല. എക്സ്ട്രീംലി ലോ 69 ആൻഡ് ബിലോ വരുമ്പോ ആണ് പറഞ്ഞത്. അതിന്റെ മെഷർമെന്റ് കൊടുത്തിട്ടില്ല കേട്ടോ. 60 ആൻഡ് ബിലോ, 69 ആൻഡ് ബിലോ അതിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് എക്സ്ട്രീംലി ലോ ആണ്. എക്സ്ട്രീംലി ലോ. ബിലോ 25 ആകുമ്പം ഇഡിയറ്റ്സ്. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ടെക്സ്റ്റ് കിടക്കുന്നുണ്ടല്ലോ. ഇഡിയറ്റ്സ്. ഇംബീസിൽ ഏത് കാറ്റഗറിയിൽ വരും? Below 50. 20 to 49 കേട്ടോ. 20 to 49 എന്ത് വരുന്നത്? ഇംബീസിൽ വരുന്നത് കേട്ടോ. Then മോറോൺ എത്ര കാറ്റഗറിയിലായിരിക്കും വരുന്നത്? ഐക്യു മോറോൺ ഏതിൽ വരും? ബിലോ 20 ബിലോ 20 ആണോ? 25ന്റെ എബവും 49ന്റെയും ബിറ്റ്വീനിൽ നിൽക്കൂലേ? 25ന്റെ 25ന്റെ എബവ്. അതെ, 25ന്റെയും 49ന്റെയും ബിറ്റ്വീൻ. യെസ്, 25 and 49. ഓക്കെ, കറക്റ്റ് ആണല്ലോ. എവിടെ പഠിച്ചിട്ടുണ്ടോ ഐക്യു?
ഇല്ല മാം, ഈ റേഷ്യോ ഇപ്പൊ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയതാ. അത് നോക്കിയിട്ട് പറഞ്ഞത് അല്ലേ? അതെ അതെ. എന്തിനാണെന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നോളൂ കേട്ടോ. നിങ്ങൾക്ക് ഐക്യു ക്ലാസിഫിക്കേഷൻ ഒന്നും പഠിക്കാനില്ല. വലിയ വലിയ തിയറീസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഐക്യു കണ്ടക്ട് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒന്നും വരാൻ പോകുന്നില്ല കേട്ടോ. എങ്കിലും ഒന്ന് പറഞ്ഞു തന്നിരുന്നാണ് അറിഞ്ഞിരിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് പറഞ്ഞു തന്നത്? നിങ്ങളും ഒരു ടീച്ചറാണ് അല്ലെ? ടീച്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും നിങ്ങൾ അറിഞ്ഞിരിക്കണ്ടേ? വേണ്ടാന്ന് തോന്നിയോ പഠിച്ചപ്പോ? ഇല്ല ഇല്ല, ഞാൻ ഒരു വർഷം പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. എന്റെ ക്ലാസ്സിൽ ഒരു മോനുണ്ടായിരുന്നു. അവന് പാവമാണ്, വേറൊരു കുഴപ്പമില്ല. പക്ഷെ പഠിക്കുന്ന കാര്യമൊന്നും അവനക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര എന്താ പറയണ്ട, ഒരു ദയനീയമായിട്ടിരിക്കും ക്ലാസ്സിൽ. എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ അവന്റെ അമ്മ എന്നോട് വന്നിട്ട് ഇങ്ങനെ പറയും, എനിക്ക് എന്താ പ്രശ്നം എന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ആ ഏജിനനുസരിച്ചിട്ടുള്ള ഐക്യു അവനക്ക് വരുന്നില്ല എന്നാ ഞാൻ മനസ്സിലാക്കിയത്. അതെ, ഐക്യു കുറവായിരിക്കും കുട്ടിക്ക്. പിന്നെ നമുക്ക് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ കുറെയൊക്കെ മാറ്റാൻ പറ്റും. പക്ഷെ അത് ആളെ എങ്ങനെ ഏത് ടൈപ്പാണ് നമ്മളൊന്ന് ആളെ കേസ് സ്റ്റഡി ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ ഏതിലാണ് ഇൻട്രസ്റ്റ്? ചിലപ്പോ ഏതെങ്കിലും കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കും. എന്തെങ്കിലും താല്പര്യമുള്ള കാര്യങ്ങളുണ്ടാവും. അതിൽ ചിലപ്പോ നമ്മൾ ഫോക്കസ് വേറെ ഒരു കുഴപ്പമില്ല അവനിക്ക്. അവന് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവനക്ക് പറ്റുന്നില്ല. അവന് എല്ലാ കുട്ടികളും പോയിട്ട് ടോയ്ലറ്റ് നോക്കുമ്പോ അവൻ മേലെ പോയിട്ട് ടോയ്ലറ്റ് നോക്കും. അവനക്ക് അത് ആവുന്നില്ല. എത്ര പറഞ്ഞിട്ടും അത് മനസ്സിലാവുന്നില്ല. അതായത് ആ പ്രശ്നം തന്നെയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ അവൻ റെഡിയായി എന്ന് പറഞ്ഞു. അതായത് 2 വർഷം കണ്ട് അവനെ ബാക്കോട്ട് ഇരുത്തി. ഒരു ക്ലാസ്സിൽ തന്നെ 2 തവണയായിട്ട് ഇരുത്തിയതിനു ശേഷം ഇപ്പൊ കുറച്ച് ലെവലായി. ഇപ്പൊ അക്ഷരങ്ങളൊക്കെ ഓക്കെ ആയി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഇനിയിപ്പോ വേറൊരു ഉപകാരം, സ്കൂളിൽ പോയി കഴിയുമ്പോൾ നിങ്ങള് ഇതേപോലെ കുട്ടികളെ കാണാൻ പറ്റും. കാരണം നമ്മൾ എത്ര പറഞ്ഞു കൊടുത്തിട്ട് ചിലപ്പോൾ ക്യാച്ച് ചെയ്യാത്ത കുട്ടികളുണ്ടാവും, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ക്യാച്ച് ചെയ്യുന്ന കുട്ടികളുണ്ടാവും. അപ്പൊ നമുക്ക് അവരെ കാറ്റഗറൈസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. സുപ്പീരിയർ ആണോ, ജീനിയസ് ആണോ, അല്ലെങ്കിൽ ബിലോ ഓവറേജ് ആയിട്ടുള്ള കുട്ടികളാണോ എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഉപകാരമാണ്. ഇനി നമ്മള് എന്താണ് പാർട്ട് 4 അല്ലേ എടുത്തോണ്ടിരുന്നത്? ബ്ലാക്ക് ബോർഡ് സ്റ്റാർട്ട് ചെയ്തോ? മാം ഇന്നൊരു വർക്ക് ചെയ്യാൻ ചേർത്ത് നമുക്ക് ഇന്ന് സബ്മിറ്റ് ചെയ്യണം. മാം പറഞ്ഞു ഇന്ന് കാണിക്കണമെന്ന്. 13-ാം തീയതി 12-ാം തീയതി അല്ലേ? ഏതായിരുന്നു? ഏതായിരുന്നു വർക്ക്? ഏതായിരുന്നു? സേവ് അസ് നമ്മളിന്ന് ചാർട്ടിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് മാം പറഞ്ഞു. എന്താണ്? 18-ാം തീയതി അല്ലായിരുന്നു? പോസ്റ്റർ മേക്കിംഗ് ആണ്. പോസ്റ്റർ മേക്കിംഗ് സേവ് നടത്തുന്ന തീമിൽ പോസ്റ്റർ മേക്കിംഗ് ആണ് പറഞ്ഞത്. എന്നാ പറഞ്ഞത്? 18-ാം തീയതി പറഞ്ഞത്. വർക്ക് കാണിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഞാൻ ഇന്നലെ കേറിയിട്ടില്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ അറിഞ്ഞില്ല. നേരത്തെ പറഞ്ഞ 11-ായിരുന്നു എനിക്ക് എഴുതി വെച്ചത്, അതുകൊണ്ടാണേ. 18-ന്നല്ലേ പറഞ്ഞാണോ? ആണോ? 18 എന്റെ ഓർമ്മ. ഇന്നലെ 18 എന്നുള്ളത് എഴുതി വെച്ചത് ഇടുകയും ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ 18 എന്ന് പറഞ്ഞത്. 18 ആണല്ലോ. ചിലപ്പോ എഴുതി തെറ്റിപ്പോയി. കുഴപ്പമില്ല, ചെയ്തില്ലേ താൻ? ഓക്കെ മാം, ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പ് ഇന്നലെ ചർച്ച ചെയ്തപ്പോ ഞാൻ ഇന്ന് അങ്ങണ്ട ധൃതി വെച്ച് ചെയ്തേ. കണ്ടേ? ഓക്കെ മാം. ക്യാമറ ഓൺ ചെയ്യും. ബാക്കിയുള്ളവര് എഡിറ്റിന് കാണിക്കണം കേട്ടോ. ഇവിടെ ക്യാമറ ഓൺ ആക്കൂ. ഒരു മിനിറ്റ് മാം. കാണുന്നില്ല കേട്ടോ ആര്യ. ആര്യ എവിടെയെങ്കിലും ഫോൺ വെക്കുക എന്നിട്ട് കാണിക്കാം.
ക്ലിയർ ആവുന്നില്ലല്ലോ ആര്യ? ക്ലിയർ ആവുന്നില്ല, താൻ പറയുന്നത് കേൾക്കുന്നില്ല കേട്ടോ. നോക്കട്ടെ, ലാസ്റ്റ് നോക്കാം, ക്ലാസ് കഴിയുമ്പോഴേക്കും നോക്കാം കേട്ടോ. സ്ട്രക്ചർ ഓഫ് ദ ക്ലാസ് റൂം ആണ് എടുത്തത്. ബോർഡ് പേപ്പറിൽ ചെയ്യണ അതോ ചാർട്ട് പേപ്പറിൽ ചെയ്യണ? ഇല്ല, നിങ്ങളോട് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതി ചെയ്തോളാൻ മാത്രമുണ്ടായിരുന്നില്ലേ? ഒരു റെസ്ട്രിക്ഷനോ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, നോട്ട്ബുക്കിൽ എഴുതാം, അല്ലെങ്കിൽ മറ്റേ A4 ഷീറ്റ് പേപ്പറിൽ എഴുതാം. ചാർട്ട് പേപ്പർ ഉള്ളവര് ചാർട്ട് പേപ്പർ എഴുതാം, അങ്ങനെയാ പറഞ്ഞേ. ബാക്കിയുള്ളവരുടെ മ്യൂട്ട് ചെയ്തേ. ഓക്കെ, നമ്മുടെ ബ്ലാക്ക് ബോർഡിലെ ഫസ്റ്റ് വാൾമെയ്ഡ് ബോർഡ് പറഞ്ഞു അല്ലെ? വാൾ ഫിക്സ്ഡ് ബോർഡ് പറഞ്ഞു? ഇല്ല, അത് തൊട്ട് പറയണം മാം. ഓക്കെ, വാൾ ഫിക്സ്ഡ് ബോർഡ് പ്രത്യേകത എന്താണ്? മോസ്റ്റ്ലി വുഡൻ ലിനോണിയം ഓർ പ്ലൈവുഡ്സ് ആർ യൂസ്ഡ് ഇൻ ദ ടാങ്ക്. അതായത് ലിനോണിയം മെറ്റീരിയൽ അല്ലെങ്കിൽ പ്ലൈവുഡ്സ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് വാൾ ഫിക്സ്ഡ് ബോർഡുകൾ തയ്യാറാക്കുന്നത്. ദിസ് ക്യാൻ ബി റിമൂവ്ഡ് ആൻഡ് ഫിക്സ്ഡ് എനിവെയർ. നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും റിമൂവ് ചെയ്യാൻ, എവിടെ ഫിക്സ് ചെയ്യാനായിട്ടും സാധിക്കും. എന്തുകൊണ്ടാണ്? വാളിൽ നമ്മൾ ഫിക്സ് ചെയ്തതായതുകൊണ്ട് തന്നെ ഇത് ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി വുഡൻ ലിനോണിയമോ പ്ലൈവുഡ്സുകളായിരിക്കുള്ളൂ എന്തിൽ വരുന്നത്? വാൾ ഫിക്സ്ഡ് ബോർഡിൽ വരുന്നത്. ഓക്കെ, എവിടെ വേണമെങ്കിലും ഇനി വേറെ നമുക്ക് ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കും. സ്റ്റാൻഡ് ബോർഡ് നമുക്കറിയാമോ? സ്റ്റാൻഡ് ബോർഡ് എങ്ങനെയാണെന്ന്? സ്റ്റാൻഡ് ബോർഡ് കണ്ടിട്ടില്ലേ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു നോക്കിയത്. സ്റ്റാൻഡ് ബോർഡ് കണ്ടിട്ടില്ലേ? പേജ് നമ്പർ ഒന്ന് പറഞ്ഞു നോക്കിയത്. 178. Remove the stand and use a fixed board as well as a set board because it is very risky. Check if the boards are hard fixed or not. എന്താണ് സ്റ്റാൻഡ് ബോർഡിന്റെ പ്രത്യേകത? എന്താണ്? അതൊരു സ്റ്റാൻഡിലായിരിക്കും ബോർഡ് ഉണ്ടാവുക, അത് റിസ്കി കൂടിയാണ്. ഓൾറെഡി ഒരു ബോർഡ് ഫിക്സ് ചെയ്തിട്ടാണ് വെക്കുന്നത്. ഒരു കോർണറിൽ ഇങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന പോർഷൻ ഉണ്ടായിരിക്കും അല്ലെ? അതിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ആ സ്റ്റാൻഡ് ബോർഡ്സിൽ വെക്കുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ കോമൺ ആയിട്ട് മിക്ക സ്കൂളുകളിൽ ഒരു കാലഘട്ടം വരെ സ്റ്റാൻഡ് ബോർഡ്സുകൾ ഇപ്പോഴും സ്റ്റാൻഡ് ബോർഡുകളാണ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ? കുറെ സ്കൂളുകളിൽ ഇപ്പോഴും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ കുറച്ച് റിസ്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റാൻഡ് കറക്റ്റ് ആയിട്ടല്ല നമ്മുടെ ഫ്ലോറിൽ നിൽക്കുന്നെങ്കിൽ ഇപ്പൊ കുട്ടികളെ പ്രീ പീരീഡ് ഒക്കെ ഇറങ്ങി ഓടുന്നൊക്കെ സമയത്ത് ചിലപ്പോൾ അതിനൊക്കെ ഒന്ന് കട്ടൊക്കെ ചെയ്താൽ എന്ത് പറ്റും? സാധ്യതയുണ്ട് അതിന്റെ സ്റ്റാൻഡ് കുറച്ചല്ല നിൽക്കുന്നതെങ്കിൽ. ഓക്കെ, അപ്പൊ അതൊരു റിസ്ക് ഫാക്ടർ ആണ്. Check if the boards are hard fixed or not. എന്താണ് ഈ ബോർഡ് നമുക്ക് ഭയങ്കര ഹാർഡ് ആയിരിക്കും, ഇതെങ്ങനെ ഫിക്സ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരിക്കോ? ഈ ബോർഡിന്റെ പ്രത്യേകത എന്താണ്? പിന്നെ ഇല്ല, അത് ഈസിയാണ് ഫിക്സ് ചെയ്യാൻ. ഫിക്സ് ചെയ്യാനായിട്ട് നമുക്ക് ഈസിയാണ്, പക്ഷെ എന്താണ് അത്യാവശ്യം വെയിറ്റ് ഉള്ള തരത്തിലായിരിക്കും ഉണ്ടായിരിക്കും അല്ലെ? ഓക്കെ, സ്റ്റാൻഡ് ബോർഡ്സുകൾ മിക്ക സ്കൂളുകൾ ഉണ്ടെങ്കിലും ഇത് പതിയെ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പല മിക്കതും ഗവൺമെന്റ് സ്കൂളുകളായിരിക്കും ഇത് കൂടുതലായിട്ട് ഉണ്ടാവുന്നത് അല്ലെ? ഗവൺമെന്റ് സ്കൂളിൽ മിക്കതും ഇങ്ങനത്തെ തന്നെ ഉണ്ടായിരിക്കും. ഗവൺമെന്റ് കോളേജ് സ്റ്റാൻഡ് ബോർഡ്സ് ആണ് ഉള്ളത്. ഗവൺമെന്റ് കോളേജസിൽ എപ്പോഴും സ്റ്റാൻഡ് ബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. Rolling board. This is not a perfect board at all. We may use it for a temporary purpose till we get a permanent board. ടെമ്പററി പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ബോർഡാണ് അത് റോളിംഗ് ബോർഡ്. നമ്മള് ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് അല്ലെങ്കിൽ പഠിച്ച സമയത്തൊക്കെ നമ്മൾ ഈ റോളിംഗ് ബോർഡ് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും അല്ലെ? പഠിച്ചവർക്ക് അറിയാൻ പറ്റും. എന്താണ് ആ ഒരു ഷീറ്റ് പോലെ അല്ലെ? ചിലപ്പോൾ ബ്ലാക്ക് കളറിലോ അല്ലെങ്കിൽ ഏത് കളർ ഷേപ്സിലും നമുക്കത് കൊണ്ടുപോകാം. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് റോൾ ചെയ്ത് നമ്മുടെ കയ്യിൽ കൊണ്ടുപോകാൻ, ടാഗിലോ അവിടെ വെച്ച് വേണമെങ്കിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഏത് ക്ലാസ് റൂമിൽ പോയാലും അതിങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ കലണ്ടർ കണ്ടിട്ടില്ലേ? നമ്മള് കലണ്ടർ പോലെ തന്നെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഹുക്ക് ഉണ്ടായിരിക്കും. ചിലപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. താഴെ ഒരു പൈപ്സോ 2 പൈപ്സുകൾ കണക്ട് ചെയ്താൽ അതിങ്ങനെ കവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അതൊരു ബോർഡാവും അല്ലെ? അങ്ങനെ പല രീതിയിൽ പല മോഡലിൽ അത് ഉണ്ടാക്കാൻ പറ്റും. ഏത് വലിപ്പത്തിലും ഏത് സൈസൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, മിക്കതും ഇങ്ങനെ ചില നമ്മളിപ്പോ മിക്കതും ഇതേപോലെ എന്തെങ്കിലും ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകളിലോ അങ്ങനെയൊക്കെയാണ് റോളിംഗ് ബോർഡ്സുകൾ ഉപയോഗിക്കാറുള്ളത്. നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്നില്ല? ഓൺലൈൻ ക്ലാസ്സുകളിൽ ഉപയോഗിക്കാറുണ്ട് റോളിംഗ് ബോർഡ്സിൽ. ഇപ്പൊ നമ്മുടെ അടുത്തത് ബ്ലാക്ക് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കാനുണ്ട്. അപ്പൊ ബോർഡ് യൂസ് ചെയ്യാൻ അറിയാത്തവര് ഇതേപോലെ റോളിംഗ് ബോർഡ് ഒന്നും തയ്യാറാക്കുക.
നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനാണ് കേട്ടോ. തയ്യാറാക്കിയിട്ട് നിങ്ങൾ അതില് നിങ്ങൾ പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ലെറ്റേഴ്സോ അല്ലെങ്കിൽ നമ്പേഴ്സ് എന്താണെങ്കിലും എങ്ങനെ പഠിക്കണം, എങ്ങനെ എഴുതണോ എന്നൊക്കെ ഉള്ളത് ഇതേപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ റോളിംഗ് ബോർഡൊക്കെ തയ്യാറാക്കിയാണെങ്കിൽ ഇപ്പൊ പ്ലേ ബുക്സിലെ ബോർഡ് കിട്ടുകയാണെങ്കിൽ പ്രശ്നമില്ല. റോളിംഗ് ബോർഡ് ആണെങ്കിൽ എന്താ നമുക്ക് ഈസി ആയിട്ട് അത് മായ്ക്കാൻ പറ്റും. പക്ഷെ ഇതിന്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കീറിപ്പോകും. നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താണ്, ചിലപ്പോൾ ചോക്കൊക്കെ തൊട്ട് നല്ല രീതിയിൽ നമ്മൾക്കൊക്കെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ കീറിപ്പോകാനുള്ള സാധ്യത. അപ്പൊ നല്ല മെറ്റീരിയൽസ് ഉള്ള ഷീറ്റ് ആണെങ്കിൽ കുഴപ്പമുണ്ടാവും. ഓക്കെ, ഇപ്പൊ ടെമ്പററി പർപ്പസസിന് ഉപയോഗിക്കുന്ന ബോർഡ്സ് ഏതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എന്താണ് ആൻസർ? റോളിംഗ് ബോർഡ്സുകളാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ സ്ക്രീൻ ബോർഡ്. എന്താണ് സ്ക്രീൻ ബോർഡ്? Screen board. This is for the purpose. A screen which is also also used as a board. Next ഒരു correction ഉണ്ട്. Also കഴിഞ്ഞിട്ട് അവിടെ ഒരു L വന്നിട്ടുണ്ട്. അത് കട്ട് ചെയ്യാം. Also used as a board. Screen board എന്ന് പറഞ്ഞാൽ എന്താണ്? Screen board പ്രൊജക്ട് വെച്ചിട്ട് കാണിക്കുന്നല്ലേ? സ്ക്രീൻ ബോർഡ് സ്ക്രീൻ ബോർഡ് ഡബിൾ പർപ്പസ് അത് സ്ക്രീൻ ആയിട്ട് യൂസ് ചെയ്യാം, അതുപോലെ അത് യൂസ് ചെയ്യാം, രണ്ട് രീതിയിൽ യൂസ് ചെയ്യാം. സ്മാർട്ട് ബോർഡ് ആണത്. സ്മാർട്ട് ബോർഡാണ്. സ്മാർട്ട് ക്ലാസ് റൂംസിലാണ് നമ്മളിത് കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ ചോക്ക് ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. അല്ല, മാർക്കർ ഉപയോഗിച്ചിട്ട് എഴുതാനുള്ള ഇങ്ക് മാർക്കേഴ്സ് ഉണ്ട്. അത് ഉപയോഗിച്ചിട്ടാണ് സ്ക്രീൻ ബോർഡിൽ എഴുതുന്നത്. ഓക്കെ, അതേപോലെ നമുക്ക് വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കണമെങ്കിൽ സ്ക്രീൻ ബോർഡിലാണ് അല്ലെ. ഇപ്പൊ കുട്ടികൾക്ക് എന്തെങ്കിലും വീഡിയോസ് പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഒക്കെ അല്ലെങ്കിൽ ഓഡിയോസ് പ്ലേ ചെയ്യണമെങ്കിലൊക്കെ നമ്മൾ എന്താണ് സ്ക്രീൻ ബോർഡ് ഉപയോഗിച്ചിട്ടാണ്. സ്ക്രീൻ ബോർഡ് ഇല്ലെങ്കിൽ എന്താണ് നമ്മളിപ്പോ ഏത് ചുവരിലാണെങ്കിലും പ്രൊജക്ടർ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ. നിങ്ങൾക്ക് ക്ലാസ്സിൽ അങ്ങനെ വീഡിയോസ് ഒക്കെ കാണിക്കാൻ അറിയാമോ? ലാപ്ടോപ്പ് ഉപയോഗിച്ചുകൊണ്ട് ക്ലാസ് മുറിയില് കാണിക്കാൻ അറിയാമോ? ഈ ബോർഡ് അല്ലേ മാം? അത് തന്നെയാണ് വൈറ്റ് ബോർഡ്. ഓക്കെ, അത്യാവശ്യ രീതിയിലൊന്നും നമ്മളെ സിസ്റ്റം ഒക്കെ ഒന്ന് യൂസ് ചെയ്യാനായിട്ട് അറിയാത്തവരുടെ കാര്യമായിട്ടാണ് പറയുന്നത്. ഒന്ന് പഠിക്കാം. കാരണം നമുക്കിപ്പോ പ്രൊജക്ടേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികളെ വീഡിയോസ് ഒക്കെ കാണിച്ചുകൊണ്ട് വളരെ സ്മാർട്ടായിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കും. സ്മാർട്ട് ക്ലാസ് റൂംസ് എന്ന് പറയുന്നത് എന്താണ്? വീഡിയോ ഓഡിയോ വിഷ്വൽസുമായി പ്രസന്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സ്കൂളിൽ ആ ഒരു പർപ്പസിൽ എടുക്കുന്ന ക്ലാസ്സുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ ടീച്ചേഴ്സ് പ്ലേ ചെയ്യിപ്പിക്കും. അപ്പൊ അത് പ്ലേ ചെയ്യുന്നത് എങ്ങനെയാണ്, എവിടെ നിന്നാണ് അത് സെലക്ട് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് അത്യാവശ്യ സിസ്റ്റം ഒന്ന് യൂസ് ചെയ്യാനായിട്ട് നിങ്ങളൊന്ന് പഠിക്കുക. അത് നല്ലതായിരിക്കും കേട്ടോ. കമ്പ്യൂട്ടർ സിസ്റ്റം യൂസ് ചെയ്യാൻ അറിയാത്തവർ ഉണ്ടാവിരിക്കാം. പഠിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. നമ്മളെ കുറെ വായിട്ട് അലയ്ക്കുന്നതെന്നല്ലാതെ ആ വീഡിയോസിൽ കുറെ കാര്യങ്ങൾ അവർക്ക് റിയലൈസ് ചെയ്ത് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലും സമയം കിട്ടുന്ന സമയത്ത് ഫ്രണ്ട്സോ അല്ലെങ്കിൽ കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ലാപ്ടോപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. ഓക്കെ, ഓക്കെ, അപ്പൊ നമ്മള് എത്ര കാറ്റഗറിയാണ് ബ്ലാക്ക് ബോർഡ് പഠിച്ചത്? 5 ടൈപ്സ് ആണ് അല്ലെ. വാൾ ബെൻഡ് ബോർഡ്, വാൾ ഫിക്സ്ഡ് ബോർഡ്, സ്റ്റാൻഡ് ബോർഡ്, റോളിംഗ് ബോർഡ് ആണ് സ്ക്രീൻ ബോർഡ്. ഓക്കെ, ക്ലിയർ ആണോ ബ്ലാക്ക് ബോർഡ്സുകളുടെ ടൈപ്സുകള്? ഒന്ന് പറയേ, ക്ലീൻ ആണോ? ക്ലിയർ ആണോ? ഇനി നമുക്കിത് എങ്ങനെ, ഇപ്പൊ നമ്മള് 5 ടൈപ്സ് പഠിച്ചു. ഇനി ബോർഡ് എങ്ങനെ യൂസ് ചെയ്യണം? നമ്മൾ ഒരു ക്ലാസ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുക്കേണ്ട മറ്റൊരു ഭാഗമാണ് ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുന്ന കാര്യം. നമ്മൾ ഒരിക്കലും അതിനെ സിമ്പിൾ ആയിട്ട് എടുക്കരുത്. അതിന് അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യം, ക്ലാസ് മുറിയിൽ ഓരോ വസ്തുവിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് ആണ് എന്താ നമ്മുടെ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത്. യൂസ് ചെയ്യുന്നതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. നമുക്ക് നോർമലി നമുക്ക് എന്ത് വിചാരിക്കാൻ പറ്റില്ലേ, ബോർഡിൽ പോയി കുറച്ച് കാര്യങ്ങൾ എഴുതാനല്ലേ, സിമ്പിൾ ആണ്. അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. അവിടെ നിൽക്കുന്ന പൊസിഷൻസ്, നമ്മൾ ചോക്ക് ഉപയോഗിക്കേണ്ടത് ഏത് തരം ചോക്സുകളാണ്, ഓരോ ലെറ്റേഴ്സ് എങ്ങനെ സൂചിപ്പിക്കണം, ഓരോ സെന്റൻസ് തുടങ്ങുമ്പോൾ ആദ്യത്തെ ലെറ്റേഴ്സിൽ ഏതൊക്കെ കളേഴ്സ് കൊടുക്കണം, അല്ലെങ്കിൽ പിക്ചേഴ്സ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന പിക്ചേഴ്സ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഏതൊക്കെ രീതിയിൽ അതിന് വരയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ ബോർഡ് യൂസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ ഏറ്റവും നന്നായിട്ട് പഠിക്കേണ്ടത്. കാരണം കുട്ടികളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ് ആക്കി മാറ്റാനായിട്ട് നമുക്ക് ആ ബോർഡിനെ കൊണ്ട് സാധിക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് when the teacher using the blackboard ആണ് നോക്കുന്നത് കേട്ടോ. when the teacher is writing she should be 90 degree എന്നാണ് കേട്ടോ. 90 degree with the board എന്നാണ്.
90 degree with the board. Only her hip should be moved, but not full body with the legs. ഒരു ടീച്ചർ ബോഡി യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റില്ലല്ലോ, ഒരു മിനിറ്റ്. ഇപ്പൊ എന്റെ ബാക്കിൽ ബോർഡാണ് വിചാരിക്കട്ടെ, നിങ്ങളാണ് ബാക്കിൽ ബോർഡാണ് വിചാരിക്കാം. നമ്മളിത് ഫുള്ള് കവർ ചെയ്ത് നിന്നിട്ടാണ് ബോർഡിൽ എഴുതുന്നത് ആണോ? പൊസിഷൻ എന്ന് പറയുന്നത്, അതായത് നമ്മൾ എഴുതുന്ന സമയത്ത് ഒരിക്കലും ഫുള്ളായിട്ട് നമ്മുടെ ബോഡി ബോർഡിനെ കവർ ചെയ്യുന്നു. നമ്മൾ ഏകദേശം 90 ഡിഗ്രിയിൽ മാത്രം നിന്ന്, അതായത് നമ്മുടെ ഈ ഹിപ്പ് മാത്രമേ മൂവ് ചെയ്യാൻ പാടുള്ളൂ. കൈ മൂവ് ചെയ്യണം, ഹിപ്പ് മാത്രം, അല്ലാതെ നമ്മൾ ഒരിക്കലും അതിനെ കവർ ചെയ്തങ്ങ് പോകരുത്. ഓക്കെ, അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കുക. ജസ്റ്റ് കാലുകൾ നമ്മുടെ ഹിപ്പും ഈ ഒരു ഭാഗം, ഈ ഷോൾഡറിന്റെ ഈ ഒരു ഭാഗം മാത്രം എന്താണ്, റൈറ്റ് ഹാൻഡിന്റെ ഈ ഭാഗം മാത്രമേ മൂവ് ചെയ്ത് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, then cover the body completely while writing the blackboard. cover the body എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ബോഡിയാണോ ബോർഡിന്റെ ബോഡിയാണോ ഉദ്ദേശിക്കുന്നത്? ബോർഡിന്റെ ബോഡി. ഒരു ബോർഡിൽ എന്തെങ്കിലും എഴുതാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യണം. ഒരു ഭാഗത്ത് മാത്രം ഒതുക്കരുത്. എന്തെങ്കിലും നമ്മൾ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു ഭാഗത്ത്, ഒരു മൂലയിൽ, ഒരു കോർണറിലോ എഴുതാനുള്ളതല്ല. എഴുതുമ്പോ എന്താണ്, അതിനെ കുറച്ചും കൂടി എക്സ്പ്ലനേഷൻസ് ആണെങ്കിൽ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും എന്താണ്, അത്യാവശ്യം ആ ബോർഡ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഏത് ചെറിയ പോർഷൻസ് ആണെങ്കിലും നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, then the teacher should not show the back to students when she is writing. ടീച്ചേഴ്സ് ഒരിക്കലും എന്താണ് എഴുതുന്ന സമയത്ത് നമ്മുടെ ബാക്ക് പൊസിഷൻ കാണിച്ചിട്ടായിരിക്കും എന്ത് നമ്മളെന്ന് എഴുതേണ്ടത്. അങ്ങനെ ചെയ്താൽ എന്താണ്, നമ്മൾ അവിടെ ബോർഡിൽ നിന്ന് എഴുതിക്കൊണ്ടിരിക്കും, കുട്ടികൾക്കൊന്നും കാണാൻ പറ്റില്ല. അവിടെ എന്തെങ്കിലും തരത്തിലുള്ള അക്രമങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള പരിപാടികളോ നടക്കും, അല്ലെ, എന്തെങ്കിലും ബഹളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളത് ശ്രദ്ധിക്കാറ്. അപ്പൊ ഒരേപോലെ ബോർഡിൽ എഴുതാനും പറ്റും, ഒരേപോലെ ക്ലാസ് നിയന്ത്രിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, യെസ്. Then she should always write column after column. The width of the column should be less than the reachable point of that right hand. ഓക്കെ, ഇവിടെ എന്താ പറയുന്നത്, നമ്മളൊരു കാര്യം എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം എന്നാണ് പറയുന്നത്? എങ്ങനെ എഴുതണം? എങ്ങനെ എഴുതേണ്ടത്? കോളം വൈസ് ആണ് എഴുതാൻ പറ്റണം. അതേപോലെ തന്നെ എന്താണ്, ഓരോ കോളത്തിന്റെ വിത്ത് തോന്നിയ പോലെ എഴുതുന്നത്. നമ്മളറിയാം, ഒരു കാര്യം എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ ഇംഗ്ലീഷ് ലെറ്റേഴ്സ് എഴുതുമ്പോൾ, ഇംഗ്ലീഷിൽ ഒരു വേർഡ് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്ന സ്മോൾ ലെറ്റർ ആണോ ക്യാപിറ്റൽ ലെറ്റർ ആണോ? ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കും. ഒരു വേർഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് തന്നെയായിരിക്കും നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓരോ ലെറ്റേഴ്സ് എഴുതുമ്പോഴും ആ ലെറ്റേഴ്സ്, ക്യാപിറ്റൽ ലെറ്റേഴ്സ് നമ്മൾ എന്താണ് കുറച്ച് വലുതാക്കിയത്, അല്ലെ, എല്ലാവരും എന്താണ് വലുതാക്കിയത്. ബാക്കിയുള്ള ലെറ്റേഴ്സ്, സ്മോൾ ലെറ്റേഴ്സ് എന്താണ് കുറച്ച് ചെറിയ രീതിയിൽ എഴുതും. പക്ഷെ എഴുതുന്ന സമയത്ത് ഇപ്പൊ പ്ലാന്റ് നമ്മൾ എഴുതിയെങ്കിൽ പി കുറച്ച് വലുതായിരിക്കും, ബാക്കിയുള്ള ലെറ്റേഴ്സ് എങ്ങനെ ഇരിക്കും, ചെറുതായിരിക്കും. പക്ഷെ ആ പിയിൽ നിന്ന് അവസാനത്തെ പിയിലേക്ക് വരെയുള്ള ഒരു അകലം, ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ കറക്റ്റ് ആയിരിക്കണം. മീൻസ് അതായത് ഒരു പോയിന്റിൽ തുടങ്ങി നമ്മൾ ലാസ്റ്റ് അവസാനിക്കുന്ന ഒരു പോയിന്റ് വരെ കാണാൻ തന്നെ നമുക്ക് എന്താണ് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്കത് എഴുതാൻ പറ്റും. ഇനി ഫസ്റ്റ് ലെറ്റേഴ്സിൽ നമുക്ക് എന്ത് കൊടുക്കാം? ടി എന്ന ലെറ്റർ നമുക്ക് വേറെ കളർ കൊടുക്കും, കളർ ചോക്സുകൾ ഉപയോഗിക്കും, അല്ലെ. കളർ ചോക്ക് കൊടുക്കുമ്പോൾ എന്താണ്, കുട്ടികൾക്ക് കുറച്ചും കൂടി അത് കാണുമ്പോൾ തന്നെ എന്താണ് ഇൻട്രസ്റ്റഡ് ആവും. അല്ലെങ്കിൽ നമ്മളിപ്പോ പ്ലാന്റ്സ് ഓഫ് പാർട്സിന്റെ എന്താണ് പറയാ, പ്ലാന്റ്സിന്റെ പാർട്സുകൾ പഠിപ്പിക്കുകയെന്ന് വെച്ചാൽ, അപ്പൊ നമ്മൾ എന്താണ് ആദ്യം ഒരു ചെടി വരച്ചിട്ടുണ്ട്, അല്ലെ. ചെടി വരച്ചതിന് ശേഷം അതിന്റെ ഇപ്പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ ഓരോ അടയാളപ്പെടുത്തലുകൾ എന്താണ് ഓരോ കളർ ചോക്സുകൾ ഉപയോഗിക്കുമ്പോൾ കുട്ടികൾക്ക് എന്താണ് ആ ബോർഡ് കാണുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് വന്നു, അല്ലെ. അപ്പൊ അട്രാക്ഷൻ ഒക്കെ നോക്കിയിരുന്ന് ടീച്ചർ വരക്കുന്നതൊക്കെ നോക്കിയിരുന്നത് കുട്ടികൾ വളരെ കാമാൻ പോയിട്ടായിട്ട് അവിടെ ഇരുന്ന് അത് എഴുതിയെടുക്കാൻ ശ്രമിക്കും. ഓക്കെ, യെസ്. പിന്നെ എന്താണ്, അപ്പൊ എഴുതുന്ന കാര്യങ്ങൾ ആഡിക്കേറ്റ് സ്പേസസ് കൊടുത്തിട്ടായിരിക്കണം, അല്ലെങ്കിൽ ഓരോ ലെറ്റേഴ്സും തമ്മിലുള്ള അകലങ്ങളിൽ എന്താണ് കറക്റ്റ് ആ ഒരു അളവ് കൊടുത്തിട്ടായിരിക്കണം നമ്മൾ എഴുതാൻ ശ്രമിക്കും. എത്ര മോശം കൈയക്ഷരമുള്ളവരാണെങ്കിൽ പോലും എന്താണ് ഇത്തരം കാര്യങ്ങളിൽ ഒരു വരി കഴിയുമ്പോൾ അടുത്ത വരിയിലേക്ക് പോകാനായിട്ട് കുറച്ച് സ്പേസ് ഇട്ട് എഴുതുക. അല്ലെങ്കിൽ എല്ലാം കൂടി തിക്കി വെച്ച് എഴുതി കഴിഞ്ഞാൽ എന്താണ് കുട്ടികൾക്ക് മനസ്സിലാവില്ല, നമുക്കത് എന്താ എഴുതി വെച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ ബ്ലാക്ക് ബോർഡ് എന്ന് പറയുമ്പോൾ എന്താണ് ഓരോ പോയിന്റ് വൈസ് ആണെങ്കിൽ പോയിന്റിന് നമുക്ക് കളർ ചോക്ക് ഉപയോഗിക്കാം. ചിലപ്പോൾ ആരോ മാർക്കിൽ ഇട്ട് കൊടുക്കാം, ഹൈഫൺ ഇട്ട് കൊടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിലപ്പോൾ സ്റ്റാർ ഒക്കെ ഇട്ടിട്ട് നമ്മുടെ ടെക്സ്റ്റ് കൊടുത്താണല്ലേ ഇതേപോലെ സ്റ്റാർ ഒക്കെ ഇട്ട് ഓരോ പോയിന്റ്സുകളൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ മാക്സിമം ബോർഡ് അട്രാക്റ്റീവ് ആക്കി എടുക്കാനായിട്ട് അത് ടീച്ചറിനായിരിക്കും സാധിക്കുന്നത്. ഓക്കെ, പിന്നെ
ബോർഡ് യൂസ് എഴുതി കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ അത് കംപ്ലീറ്റ് ആയിട്ട് എഴുതി എടുത്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്? wrap the board always after use. എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? ബോർഡ് ഉപയോഗിച്ചതിന് ശേഷം ക്ലീൻ ചെയ്യണം, റബ്ബ് ചെയ്തത് അല്ലെ, അത് മായിച്ചിട്ടായിരിക്കണം നമ്മള് ഡസ്റ്ററോടെ വെക്കേണ്ടത്. ഓക്കെ, യെസ്. ഇത്രയൊക്കെ കാര്യങ്ങൾ ഒരു ബോർഡിൽ ഉണ്ടായിരുന്നു അറിയാമോ? റോളിംഗ് ബോർഡിൽ നിങ്ങൾ എഴുതി പഠിക്കുക. ചെറിയ ലെറ്റേഴ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ എന്താണ് അതൊന്ന് എഴുതി പഠിക്കാൻ നോക്കാം. കൈയക്ഷരം മോശമായിക്കോട്ടെ, സാരില്ല. നമ്മൾ ട്രൈ ചെയ്തതിനനുസരിച്ച് എന്താണ് അവിടെ വ്യത്യാസം വരും. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് എന്താണ് വ്യത്യാസം വരും. ഇപ്പൊ കുറച്ചും കൂടി സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതേ രീതിയിലായിരിക്കണം ക്ലാസ് റൂമിൽ ചെല്ലുന്ന സമയത്ത് നിങ്ങൾ ബോർഡ് എന്തായാലും യൂസ് ചെയ്യണം കേട്ടോ. ബോർഡ് യൂസ് ചെയ്യണം. ബോർഡിൽ ഇപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ഒരു ദിവസം പോലും എന്തെങ്കിലും എഴുതാതിരിക്കരുത് അല്ലെങ്കിൽ എന്തെങ്കിലും അത് കാണിക്കാതിരിക്കരുത് കുട്ടികൾ കേട്ടോ ബോർഡില്. ഓക്കെ, നിങ്ങൾ നമ്മളത് ചെയ്താൽ മാത്രമേ നമുക്ക് ബാക്ക് ബോർഡ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പെട്ടെന്ന് നമ്മൾ ചെയ്യാതിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് സ്കൂളിൽ പോയി ബോർഡിൽ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാൽ ആകെ ഒരു ധൃതിയായിരിക്കും, ഒരു ടെൻഷനായിരിക്കും. അപ്പൊ എന്താണ് ഇവിടുന്ന് പ്രാക്ടീസ് ചെയ്ത് വീട്ടിലിരുന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, മനസ്സിലായിട്ട് വന്നത്? ഒരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ മിസ്, കർസീവ് ലെറ്റേഴ്സ് ഇമ്പോർട്ടന്റ് അല്ലേ? അതേപോലെ കർസീവ് ലെറ്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ്. അതിപ്പോ നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? ഇപ്പൊ LKG UKG കുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്റെയൊക്കെ മോന്റെ സ്കൂളിൽ അത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് ടീച്ചേഴ്സ് എന്തായാലും അത് അറിഞ്ഞിരിക്കണം. കർസീവ് ലെറ്റർ നന്നായിട്ട് നിങ്ങൾ പഠിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുമോ കേട്ടോ? കർസീവ് ലെറ്ററും സ്മോൾ ലെറ്റേഴ്സും ക്യാപിറ്റൽ ലെറ്റേഴ്സും മൂന്ന് എഴുതുന്നതിന് വ്യത്യാസങ്ങളുണ്ട്. സിമ്പിൾ ആണെന്ന് നമുക്ക് തോന്നും, പക്ഷെ അത് ഒരു ലെറ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും അവസാനിക്കുന്നതൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് യൂട്യൂബ്സിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതേപോലെ നിങ്ങളും ഒരു 4 ലൈനൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങളൊന്ന് എഴുതി പഠിക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ വേർഡ്സുകൾ ആദ്യം എഴുതി പഠിക്കുക. ആദ്യം ABCD കംപ്ലീറ്റ് ആയിട്ട് കർസീവിൽ എഴുതുക. പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ചെറിയ ചെറിയ വേർഡ്സുകൾ എഴുതാൻ പഠിക്കാം. ഓക്കെ, ചില സ്കൂളുകൾ ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള സ്കൂളുകളിൽ കർസീവിൽ മാത്രമായിരിക്കും എഴുതുന്നതൊക്കെ. അപ്പൊ അതൊന്ന് പഠിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, പേടിക്കൊന്നും വേണ്ട, പഠിച്ച എളുപ്പമാണ്. എന്ത് കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമാണ്. പഠിക്കണേക്ക് മുമ്പ് മാത്രമാണ് നമുക്ക് ടെൻഷനായിട്ട് തോന്നുന്നത്. ഓക്കെ, അതെങ്ങനെ പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഞാനത് ചെയ്ത് നോക്കട്ടെ, ശ്രമിച്ചു നോക്കട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ. ഞാൻ ബോർഡ് വീട്ടിൽ അത്യാവശ്യം ഞാൻ ഹോം ട്യൂഷൻ എടുക്കുന്നുണ്ടേ. അപ്പൊ ബോർഡ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ട്യൂഷൻ സെന്ററിൽ പോയിട്ടും ട്യൂഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് കാരണം ബോർഡിന്റെ ഉപയോഗം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഉണ്ട്. വീട്ടിലൊരു 10-15 കുട്ടികളോളം ഉണ്ട് ട്യൂഷൻ. കുഴപ്പമില്ല, സ്കൂളിൽ പോയവർക്കും ട്യൂഷൻ എടുക്കുന്നവർക്കും പ്രശ്നം ഉണ്ടാവില്ല. എല്ലാവർക്കും കുറെ പേരുണ്ടാവായിരിക്കാം. അവർക്ക് കൂടിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നിങ്ങൾ അതേപോലെ തന്നെ ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പഠിക്കുക കേട്ടോ. ലാപ്ടോപ്പ് സിസ്റ്റം യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും വീഡിയോസ് എങ്ങനെ അപ്ലോഡ് ചെയ്യണം അല്ലെങ്കിൽ കുട്ടികൾ എങ്ങനെ കാണിക്കണമെന്ന് അതും കൂടി ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ക്ലാസ് റൂം എന്ന് പറയുന്നത് അറിയാലോ, സ്മാർട്ട് ക്ലാസ് റൂംസ് ആണ്. അതെങ്ങനെ കൂടുതൽ ലൈവ് ക്ലാസ് റൂംസ് ആണ് കുട്ടികൾ ഇഷ്ടപ്പെടുന്നത്. എന്നിരുന്നാൽ പോലും നിങ്ങൾ ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യാതിരിക്കട്ടെ കേട്ടോ. യൂസ് ചെയ്ത് പഠിക്കണം. കാരണം ഇനി ഒരു തലമുറകൾക്ക് ചിലപ്പോൾ ബ്ലാക്ക് ബോർഡിന്റെ യൂസസ് വരണമെന്നില്ല. അപ്പൊ ഈ ഉള്ള തലമുറയെങ്കിലും ബ്ലാക്ക് ബോർഡ് ഉപയോഗിച്ച് പഠിക്കട്ടെ എന്ന വിചാരത്തിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാം. ചിലപ്പോ ഒരു കാലഘട്ടം വരുമ്പോൾ ചിലപ്പോൾ ബ്ലാക്ക് ബോർഡ്സ് ഇല്ലാണ്ടായി മാറും അല്ലെ? കമ്പ്യൂട്ടർ യുഗം ആയതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെയാണ് വരാൻ പോകുന്നത് നമുക്ക് അറിയാൻ പാടില്ല അല്ലെ? ഇനിയുള്ള ടോപ്പിക്സ് നിങ്ങൾ എല്ലാവരും സെമിനാർ എടുത്തോ? സെമിനാർ ഒക്കെ എടുത്തു തുടങ്ങിയ നിങ്ങള്? ഇല്ല, ജിഷ മിസ് തന്നിട്ടുണ്ട് സെമിനാറിൽ പറഞ്ഞു. ഹെലൻ കെല്ലറിന്റെ സ്റ്റോറി. അപ്പൊ നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ്? ഇത് ഓരോ ടോപ്പിക്സ് ആയിട്ട് 3 പേർക്ക് തരാം. വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിൾ ആണ്, ഒന്നുമില്ല ഇതിൽ പറയാനായിട്ട് കേട്ടോ. അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞൊരു ക്ലാസ് എടുക്കാനായിട്ടുള്ളത് കൂടി കുറച്ചും കൂടി ഒരു ട്രെയിനിങ് പോലെ നിങ്ങൾ അത് സെമിനാറിനെ കണ്ടാൽ മതി കേട്ടോ. നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഇവിടെ ടീച്ചർ പറയുന്ന പോലെ നിങ്ങളുടേതായ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങളത് പ്രസന്റ് ചെയ്യും. അപ്പൊ ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് എന്ന ഭാഗം ഞാൻ സുറുമിക്ക് തരാം കേട്ടോ. സുറുമി
ഓക്കെ മിസ്. ഓക്കെ, അത് അത്രയും പോർഷൻ, ഇതിലുള്ള പോർഷൻസ് നോക്കുക, അതൊന്ന് ഇവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക, അത്രയും ചെയ്യേണ്ടത് കേട്ടോ. സീറ്റ് അറേഞ്ച്മെന്റ്സ്. റസ്മിന, സീറ്റ് അറേഞ്ച്മെന്റ്സ്. റസ്മിന കേൾക്കുന്നുണ്ടോ? റസ്മിന പോയി തോന്നുന്നു മാം. പോയോ? റസ്മിനോടൊന്ന് പറഞ്ഞേക്കോ. പറഞ്ഞേക്കാം. ഓക്കെ, then sitting arrangements. Sitting arrangements. വനജ ചെയ്യാൻ പറ്റുമോ? വനജ ചെയ്യാം മാം. എളുപ്പമാണോ? എങ്ങനെയാ കുട്ടികളെ നമ്മൾ ക്ലാസ് റൂമിൽ സിറ്റിംഗ് അറേഞ്ച് ചെയ്യുന്നത്? ഹൈറ്റ് ഓർഡറിൽ, ആൽഫബറ്റിക്കൽ ഓർഡറിലൊക്കെ നമ്മൾ ചെയ്യും. അതെങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. എന്തെങ്കിലും അറിയില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്തോളാം കേട്ടോ നിങ്ങളെ. then യൂണിഫോംസ്. അത് അതിലും സിമ്പിൾ ആണ് കേട്ടോ. യൂണിഫോംസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. അതാരെടുക്കും? അതാരാണ് എടുക്കുന്നത്? രേവതി. രേവതി കൃഷ്ണൻ. യൂണിഫോംസ്. ദെൻ ലാസ്റ്റ് ഭാഗം ആരും എടുക്കണ്ട, അത് ഞാൻ പഠിപ്പിച്ചു തരാം കേട്ടോ. അത് പഠിക്കാനുണ്ട്. ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് റൂം എന്താണെന്ന് പഠിക്കാനുണ്ട് കേട്ടോ. അത് ഞാൻ എടുത്തോളാം. ബാക്കിയൊക്കെ നിങ്ങൾ അടുത്ത മൺഡേയിലത്തേക്കും ട്യൂസ്ഡേയിലത്തേക്കും പ്രിപ്പയർ ആവും. മൺഡേ തന്നെ എടുത്ത് തീരുത്, മൺഡേ തന്നെ എടുക്കാനുണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ ആണല്ലോ? പറഞ്ഞവർക്ക് എല്ലാവർക്കും ടോപ്പിക്ക് മനസ്സിലായല്ലോ? നിങ്ങൾ ആ ടോപ്പിക്ക് നന്നായിട്ട് വായിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യാം. അത്രേ ഉള്ളൂ കേട്ടോ. ക്ലാസ് എടുക്കുന്നത് പോലെ ഇന്ന് ഔട്ട് അറേഞ്ച് ബ്ലാക്ക് ബോർഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞ കാര്യം എന്താണ് പ്രസന്റ് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ വേറൊരു കാര്യം, ഫ്രൈഡേ നിങ്ങൾക്ക് ആരാണ് ക്ലാസ് എടുക്കുന്നത്? ഫ്രൈഡേ അശ്വതി മാം. നിങ്ങൾ അന്ന് ഫ്രൈഡേ ഏത് ദിവസമാണെന്ന് അറിയാലോ നിങ്ങൾക്ക്? ചിൽഡ്രൻസ് ഡേ ആണ് അല്ലെ? അപ്പൊ എന്തെങ്കിലും 2-3 പ്രോഗ്രാംസിൽ നിങ്ങളോട് കണ്ടക്ട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതൊന്ന് റെഡി ആക്കിയിട്ട് വരാം കേട്ടോ. 14-ാം തീയതി ഫ്രൈഡേ ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താൽ മതി. പോയംസോ തോട്ട്സോ സ്പീച്ചോ ചിൽഡ്രൻസ് ഡേയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും നമുക്കന്ന് പ്രസന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, നമുക്കിന്നിപ്പോ വൈൻഡപ്പ് ചെയ്യാം. 51 ആയുള്ളൂ. സൈൻ ഔട്ട് ആരെങ്കിലും ഉണ്ടോ? സൈൻ ഔട്ട് ഞാൻ ഇംഗ്ലീഷിൽ തന്നെ ആണോ മലയാളത്തിൽ പറഞ്ഞു? എന്തൊക്കെ വേണമെങ്കിലും പറയാം. ക്ലാസ് നേരം അടുത്ത ടീച്ചർക്കും ആയിട്ട് നേരം സിലബസ് നമുക്ക് അതിൻ്റെതായ രീതിയിൽ പഠിപ്പിച്ചു തന്ന് അതിൻ്റെതായ രീതിയിൽ ഉൾക്കൊള്ളിച്ച ടീച്ചർക്കും അതേപോലെ സുഹൃത്തുക്കൾക്കും ഞാൻ സല്യൂട്ട് പറയുന്നു. ഓക്കെ ശരി. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. അപ്പൊ നിങ്ങള് മൺഡേക്ക് പ്രിപ്പയർ ആവാൻ പറ്റിയ കാര്യങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഇതാരെ വർത്താനം പറയുന്നേ? ഓക്കെ ശരി, താങ്ക്സ്. താങ്ക് യു ഓൾ. ഞാൻ ട്യൂസ്ഡേ ചെയ്യാം വനജ. ഓക്കെ ഓക്കെ ശരി ശരി. മൺഡേ ചെയ്യാനല്ല, ഞങ്ങൾ തലേ ദിവസം ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് 16th. അന്ന് എത്തും, പിറ്റേ ദിവസം ട്യൂസ്ഡേ ഞാൻ ചെയ്യാം. ഓക്കെ ശരി, താങ്ക് യു.